ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ല 2 ജ്യൂസുകളെ പറ്റിയാണ്. അപ്പം നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂട്ടാൻ വിറ്റാമിൻ സി ഉപകരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് പരിഹരിക്കും. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ബ്ലഡ് ഷുഗർ ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് വൈറ്റമിൻ സി സഹായിക്കും. നമ്മുടെ ഓറഞ്ച് ഇതിൻ്റെ കൂടെ അപ്പോൾ ഒരു 2-3 ചേരുവകൾ കൂടി ചേർത്താലോ ഗുണം ഒന്നുകൂടി കൂടും. അങ്ങനെയുള്ളൊരു ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഓറഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൂസമ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് മതി. പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടി തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഗ്ലാസ്സിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് പകർത്താം. വേണമെങ്കിൽ ഇതിനകത്ത് ഐസ് ക്യൂബ്സ് ഇടാം. ഞാൻ പക്ഷേ ഇടുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ജീരകം പൊടിച്ചത് കൂടെ ഇടണം. വറുത്ത് പൊടിച്ചതാണേ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള നമ്മുടെ അടിപൊളി ഓറഞ്ച് ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ക്യൂക്കുംബർ ലെമൺ ജ്യൂസാണ്. നമ്മുടെ ഓറഞ്ചിലെ പോലെ തന്നെ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ലെമണും. അതുപോലെ തന്നെ ക്യൂക്കുംബറിലും ധാരാളം വൈറ്റമിൻ കെ, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അങ്ങനെ ഇതും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ക്യൂക്കുംബർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 പീസ് ചെറിയ 2 പീസ് ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ്. അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മിൻറ്റ് ലീവ്സ് ആണ്. അതിട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ നമ്മുടെ ക്യൂക്കുംബറും ലെമണും കൂടി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കുക്കുംബറിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ക്യൂക്കുംബറിൻ്റെ തൊലിയൊന്നും കളയാഞ്ഞത്. പക്ഷേ നന്നായിട്ട് കഴുകിയത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ കുക്കുംബർ അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പച്ച കളറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ തൊലി കളയാതെ വെച്ചത്, നല്ലൊരു പച്ച നിറം കിട്ടാൻ വേണ്ടി. പക്ഷേ നന്നായിട്ട് വാഷ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജ്യൂസ് ഒഴിക്കുന്നതിന് മുമ്പേ ആദ്യം ഞാൻ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്ലാസ്സിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ജീരകം പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു മിൻറ്റ് ലീഫ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 2 ജ്യൂസുകളും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കൊറോണ കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 ജ്യൂസുകളാണ് ഇതൊക്കെ. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ജ്യൂസുകളാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.